മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സിനിമ കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ ടൈറ്റിലിൽ ബോയ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൽ കയറിൽ കൈപിടിച്ച് കയറ്റുന്നത് പോലെ കൊടുത്തിരിക്കുന്നതായി കാണാം. സിനിമയുടെ തുടക്കത്തിൽ കല്യാണ വീട്ടിലേക്ക് ഖാലിദ് റഹ്മാൻ അവതരിപ്പിച്ച ഡ്രൈവർ പ്രസാദ് എന്ന കഥാപാത്രം വരുന്നതായി കാണിക്കുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ ആദ്യം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് റിയൽ മഞ്ഞുമ്മൽ ബോയ്സിലെ ഡ്രൈവർ പ്രസാദിനാണ്. അതിനുശേഷം കല്യാണ പെണ്ണിന്റെ സഹോദരൻ പ്രസാദിനോട് പറയുന്നുണ്ട് അവിടെ ഡാൻസ് കളിക്കുന്നത് മഞ്ഞുമ്മലിലെ ടീംസ് ആണെന്ന്. അപ്പോൾ അവിടെ റിയൽ മഞ്ഞുമ്മൽ ബോയ്സിലെ സുഭാഷും കുട്ടനും മറ്റുള്ളവരും സിനിമയിലെ മഞ്ഞുമ്മൽ ബോയ്സും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നതായി കാണാം. അതിനുശേഷം ബാലു വർഗീസ് അവതരിപ്പിച്ച സിക്സൻ എന്ന കഥാപാത്രം റിയൽ ലൈഫിലെ സിക്സനോട് ഉടക്കുകയും തുടർന്ന് റിയൽ മഞ്ഞുമ്മൽ ബോയ്സും സിനിമയിലെ മഞ്ഞുമ്മൽ ബോയ്സും തമ്മിൽ വടംവലി മത്സരം നടക്കുന്നതായും കാണിക്കുന്നുണ്ട്. ആ വടംവലി മത്സരത്തിന്റെ അവസാനം ഇയാൾ റിയൽ മഞ്ഞുമ്മൽ ബോയ്സിനോട് ലൂസ് അടിക്കടാ എന്ന് പറയുമ്പോൾ ലൂസ് അടിച്ചാണ് അവർ ജയിക്കുന്നത്. പിന്നീട് സിനിമയുടെ ക്ലൈമാക്സിൽ ഇതേപോലെ ലൂസ് അടിക്കട എന്ന് പറഞ്ഞ് സുഭാഷിനെ വലിച്ചെടുക്കുന്നതായും കാണിക്കുന്നുണ്ട്. റിയൽ മഞ്ഞുമ്മൽ ബോയ്സിലെ ജിൻസൺ ഈ ട്രിപ്പിന് പോയപ്പോൾ ഇട്ടിരുന്ന അതേ ടീഷർട്ടാണ് സിനിമയിലെ ക്യാരക്ടറും ഇട്ടിരിക്കുന്നത്. ബാലു വർഗീസ് ചെയ്ത സിക്സൻ എന്ന കഥാപാത്രം ജോലി ചെയ്യുന്നത് മെറ്റൽ ഷീറ്റ്സ് അടിക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഉറക്കെ സംസാരിക്കുന്നത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഇതേ കഥാപാത്രം പിന്നീട് ഉറക്കെ സുഭാഷിനെ വിളിക്കുമ്പോഴാണ് കുഴിയിൽ നിന്നും സുഭാഷ് തിരിച്ച് ശബ്ദമുണ്ടാക്കുന്നത്. സുഭാഷ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനിയന്റെ ബെൽറ്റ് എടുക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ കുട്ടേട്ടൻ ഫയർഫോഴ്സ് പറഞ്ഞു കൊടുത്ത കെട്ട് മറന്നു പോവുകയും പിന്നീട് ആ ബെൽറ്റിൽ പിടിച്ചാണ് കുഴിയിൽ നിന്ന് സുഭാഷിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സുഭാഷ് കുഴിയിലേക്ക് വീഴുമ്പോൾ വവ്വാലുകൾ പുറത്തേക്ക് വരുന്നത് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ്. അതുപോലെ കുട്ടേട്ടൻ ഇറങ്ങുമ്പോഴും കുഴിയിലേക്ക് കുറെ ഇറങ്ങിയ ശേഷമാണ് വവ്വാലുകൾ വന്നത്. അത്രയും താഴ്ചയിലാണ് സുഭാഷ് വീണത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. സിനിമയിൽ ചന്തു അവതരിപ്പിച്ച അഭിലാഷ് എന്ന കഥാപാത്രം ജോലി ചെയ്യുന്നത് ഷിപ്പിലാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ അഭിലാഷ് പാറയുടെ മുകളിൽ കയറി നിന്ന് കുഴിയിലേക്ക് നോക്കി കയറിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കി ലൂസ് അടിക്കട എന്ന് പറയുന്നുണ്ട്. ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് കയറിന്റെ ഡയറക്ഷൻ നോക്കി താഴെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയും. മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കയർ ചരിഞ്ഞിരിക്കുന്നതായും സ്റ്റക്കാണെന്നും അഭിലാഷിന് മനസ്സിലായതുകൊണ്ടാണ് ലൂസ് അടിക്കട എന്ന് പറഞ്ഞത്. സിനിമയുടെ അവസാനം സുഭാഷ് ട്രിപ്പിന്റെ ആൽബം നോക്കുമ്പോൾ മരത്തിന്റെ മുകളിൽ എല്ലാവരും കയറിയിരിക്കുന്ന ഫോട്ടോ വരുമ്പോൾ ആൽബം തിരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞ് അവർ പോയത് ഗുണാക്കേവിലേക്കായിരുന്നു. ട്രിപ്പ് പോകുന്ന വഴിക്ക് സുഭാഷ് ഡ്രൈവറിനോട് എന്നാ മച്ച ദൈവം എന്ന് ചോദിക്കുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന വെളിച്ചം എന്ന് പറയുന്നുണ്ട്. പിന്നീട് സിനിമയുടെ അവസാനം കുട്ടേട്ടൻ സുഭാഷിനെ രക്ഷിക്കാൻ മുകളിൽ നിന്ന് ടോർച്ചടിച്ചു വരുന്നതിനെ ഫോർഷാഡോ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഈ ഡയലോഗ്. അതേപോലെ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് ഇയാൾ ട്രിപ്പിന് കൊണ്ടുപോകാത്തതിന്റെ ദേഷ്യത്തിൽ നീയൊക്കെ അനുഭവിക്കൂടാ എന്ന് പറയുന്നുണ്ട്. സിനിമയിൽ സുഭാഷ് കുഴിയിലേക്ക് വീഴുമ്പോൾ ഒരു നിശബ്ദതയായിരുന്നു കഥാപാത്രങ്ങൾക്കും തിയേറ്ററിലും. എന്നാൽ സുഭാഷ് കുഴിയിലേക്ക് വീഴുമ്പോൾ പാറകളിൽ ചെന്ന് തട്ടുന്ന ശബ്ദവും അലർച്ചയും വളരെ മൈന്യൂട്ടായിട്ട് കേൾക്കാൻ സാധിക്കും. ഇത് സൗണ്ട് ഡിസൈൻ ചെയ്ത ടീമിന്റെ ബ്രില്യൻസ് ആണ്. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.